വിഘ്നേഷ് യാത്രയാവുകയാണ്. വിൽ മിസ് യു വിഘ്നേഷ്. ഹായ് ഗൈസ്. ഇന്ന് നമ്മൾ ലുലു മോളിലാണ്. അതെ, നമ്മളുടെ സുപ്രീം ഗോഡ് ഫാദർ ആയ വിഘ്നേഷ് യൂറോപ്പിലോട്ട് പോവുകയാണ്. യൂറോപ്പിൽ നമ്മളെ ചാനൽ വളർത്താൻ വേണ്ടി നമ്മളിവിടുന്ന് ജോലിക്ക് പറഞ്ഞു വിടുന്നത്. ജോലിക്കല്ലടാ, നമ്മളുടെ ഓൾഡ് സ്കൂൾ നമ്മൾ ഫണ്ട് ഉയർത്താൻ വേണ്ടി വിഘ്നേഷിനെ അവിടെ പറഞ്ഞു വിടുകയാണ്. ഓൾഡ് സ്കൂൾ ബോയ്സ് ആണ് ഫണ്ട് ചെയ്യുന്നത്. അപ്പം അവൻ പോണതിന് മുമ്പ് നമ്മളുടെ ഒരു മെമ്മറിക്ക് വേണ്ടി അല്ലേ, വാങ്ങാൻ വേണ്ടി നമ്മൾ ഒരു ഗിഫ്റ്റ്, നമ്മൾ ഓൾഡ് സ്കൂൾ ബോയ്സിന്റെ വക ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി നമ്മൾ ലുലു മാളിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് വാങ്ങിച്ചിട്ട് വരാം. നമുക്ക് ഗിഫ്റ്റ് വാങ്ങിയിട്ട് നമുക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാം. യെസ്. ഇത് നല്ല രസം പടം. കൊള്ളില്ലേ? ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കൊള്ളാം. എന്തും ഇഷ്ടപ്പെട്ടു, ഈ ബ്ലൂ ഇഷ്ടപ്പെട്ടു. വിഘ്നേഷിന് ഇതായിരിക്കും സെറ്റ്. ഇത് നല്ലതായിട്ട് എടുത്തറിയിക്കോളാം. ആണോ? അത് 45 രൂപ അല്ലേ? നമ്മളെ ഈ ദാരിദ്ര്യമൊക്കെ വീഡിയോയിൽ ഇടുമോ? പിന്നെ ഇടാതെ. അല്ല, നമുക്ക് ഫണ്ട് കുറവുണ്ടേ. പണിയെടുത്താൽ മതി. കുറച്ച് ഫാൻസിയാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ സീക്കോയിൽ വന്നിട്ട് കുറേ കൺഫ്യൂഷൻ ആയി. ഇപ്പോൾ ഏത് കളർ എടുക്കണം? അപ്പോൾ നമുക്ക് ഇതാണ് കേരളത്തിന്റെ വാച്ചിന്റെ എക്സ്പെർട്ടായ എഫിനോട് തന്നെ ചോദിച്ചു നോക്കാം. പ്ലീസ് ഫോൺ എടുക്കും. നാണം കെടുത്തെടുത്ത്. ആ ബ്രോ, ഹലോ. നമ്മൾ ഒരു വാച്ച് നോക്കിയിട്ടുണ്ട്. നമ്മൾ ബ്രോ സീക്കോയുടെ സീക്കോ 5ന്റെ സീക്കോ 5 സ്പോർട്ട് ഒരു 3 ആളുണ്ടോ? ഇന്ത്യയിൽ ഒരെണ്ണം ഇല്ലേ? ഓ ശരിയാണ്. അപ്പം ഓക്കെ ബ്രോ, താങ്ക് യു. ഓക്കെ, അങ്ങനെ നീണ്ട ഒരു ഇതിന് ശേഷം, കുറെ അനാലിസിന് ശേഷം നമ്മൾ സീക്കോ സ്പോർട്ട് 5 അല്ലേ? ഓക്കെ, സീക്കോ സ്പോർട്ട് 5ന്റെ ഗ്രീൻ ഡയലുള്ള ഒരു വാച്ച്. ഇത് ദൂരെ നിന്ന് നോക്കിയാൽ ബ്ലാക്ക് ആയിട്ട് തോന്നും, അടുത്ത് വന്ന് നോക്കിയാൽ പച്ചയാണെന്ന് തോന്നും. പക്ഷെ നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്. നോക്ക്, പിന്നെ ഇത് ഓട്ടോമാറ്റിക് ആണ്. അതെ, പിന്നെ ഇതിന്റെ മെഷീൻ കറങ്ങണം. നിങ്ങൾക്ക് പുറകിൽ നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടോ മെഷീന്റെ മൂവ്മെന്റ് കണ്ടോ? ഇത് വിഘ്നേഷ് ഇത് കാണുന്നുണ്ടെങ്കിൽ കരയുക. യെസ്, അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഏത് ഗിഫ്റ്റ് റാപ്പ് ചെയ്യും? നമ്മളെ കന്നി ഗിഫ്റ്റ് ആണ്. കഞ്ഞി ഓരോരുത്തർ പോകുമ്പോൾ ഗിഫ്റ്റുകൾ തന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇങ്ങനെയാണെങ്കിൽ എല്ലാവരും പെട്ടെന്ന് പോകും. ഒഴിയാണല്ലേ നമ്മളുടെ അംഗസംഖ്യ. നമുക്ക് വിഷമമുണ്ട് പോണത്. ഇങ്ങയുടെ ഫുഡ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ശരിയാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മുടെ പർച്ചേസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിത് കൊണ്ട് സർപ്രൈസ് ചെയ്യാം. വിഘ്നേഷേ, എണീറ്റ് വാടാ. ആർട്ടിഫിഷ്യലാണോ തോന്നിയില്ല. താമസം നമ്മളല്ലേ വന്നത് ഇങ്ങോട്ട്? അതല്ല, ഇത് തുറക്കുന്ന ഇരിക്കുന്നു. ആദ്യത്തെ വീഡിയോ ഓർമ്മ ഉണ്ടോ? ഇങ്ങനെ ഒരു മുട്ടല്ലായിരുന്നു. നമ്മള് നല്ല നാച്ചുറൽ ആയിട്ട് തന്നെ എടുക്കണം. വാതിൽ തട്ടുമ്പോ തുറന്നാൽ മതി. വിഘ്നേഷ് തുറക്ക്. ഒരിക്കലും തുറക്കല്ലോ. നല്ല ഞങ്ങളെത്തി. സോ മനി ഇതെന്താണിത്? ഇതിപ്പോ പോകാനുള്ള പാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടികളാണ് നടക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അവരുടെ വിഘ്നേഷ് യൂറോപ്പിലോട്ട് പോവുകയാണ്. ദൂരെ യാത്ര. വിഘ്നേഷ് പറക്കാൻ പോവുകയാണ്. ശരിക്കും പറഞ്ഞ നമ്മുടെ ഓൾഡ് സ്കൂൾ ബോയ്സിന്റെ യൂറോപ്പിലോട്ട് എക്സ്പാൻഷന്റെ നമ്മൾ ഓൺ സൈറ്റ് വിടുകയാണ് അവനെ. നമ്മൾ ഫസ്റ്റ് തിരഞ്ഞെടുത്തത് വിഘ്നേഷിനെയാണ്. ഓൺ സൈറ്റ് അവരവിടെ പണിയും നമുക്ക് വിഘ്നേഷിനാണ് കൂടുതൽ അഡാപ്റ്റബിലിറ്റി ഉള്ളത്. നമുക്ക് ഒരുപാട് പൈസ വരണോണ്ട് അത് വെട്ടിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഇന്ത്യക്ക് പുറത്താണ് ഇപ്പം യൂട്യൂബേഴ്സ് ചേക്കേറുന്നത്. നമുക്ക് എങ്ങോട്ടാണ് പോണെന്ന് പറഞ്ഞില്ല. ലാത്വിയയിലാണ് നമ്മളെ പയ്യൻ പഠിക്കാൻ. പോളണ്ടിന്റെ അടുത്തായി.
അതെ എന്ത് ലിത്വാനിയയുടെ ഇപ്പുറത്ത് അത് മാപ്പിൽ പിള്ളേർ നോക്കിക്കോളും. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ചെറുക്കൻ സഹായിച്ചു കൊടുക്കാം. പുതിയതായിട്ട് യൂറോപ്പിൽ പോകുന്നവർക്കൊരു കൺഫ്യൂഷൻ ആയിരിക്കും. അതിനൊരു സഹായമാവട്ടെ. അതെ 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 ഇതൊരു എഡ്യൂക്കേഷണൽ വീഡിയോ ആണ്. അതെ അതെ, ഒരു പർപ്പസ്. എടാ നമുക്ക് പെട്ടെന്ന് തുടങ്ങാം. തുടങ്ങാം പരിപാടി. ഓക്കെ നിനക്ക് ഫസ്റ്റ് ഏതാണ് വെക്കാനുള്ളത്? നമുക്ക് ആദ്യം ഏറ്റവും വലുത് കുക്കറാണ്. ഇത് പൊട്ടിച്ചിട്ടേ കൊണ്ടുപോകണം. എടാ കുക്കർ എന്തിനോട് വേണം? കുക്ക് ചെയ്യേ. എടാ അവിടെ വില കൂടുതലല്ലേ? എടാ 9,000 എടാ അങ്ങനെയല്ല. ഒരു കുക്കറിനാ എത്ര രൂപയാടാ? ഇത് 2,000 അടുപ്പിച്ചായെന്ന് തോന്നുന്നു. ഇതിന് ഒരു പ്രോഡക്റ്റും പ്രൊമോഷൻ അല്ല, എല്ലാ കാശ് കൊടുത്ത് സാറേ. ഇത് ഞാൻ വാങ്ങാൻ എടാ അവനെന്തോ പറയുന്നു. ഇത് വാങ്ങാൻ കാരണം അറിയാമോ? ഇത് പൊക്കം കുറവാണ്, എന്നാൽ നല്ല വീതിയുണ്ട്. നീ അങ്ങനെ പ്രൊമോഷൻ ബിരിയാണി വെക്കണേ ബിരിയാണിയും വെക്കാം. എടാ, അവിടെ പോകുമ്പോ നിന്റെ പ്രധാന ഭക്ഷണം ഉണ്ടാക്കാൻ നീ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? ഇതുകൊണ്ട് എടാ, അവൻ റൂട്ട്സ് ഒന്നും മറക്കാൻ തയ്യാറല്ല. കഞ്ഞി കോരാൻ വേണ്ടി ഇഗ്നേഷ് ഇവിടെ നിന്ന് വാങ്ങിച്ചോണ്ട് പോകുന്നത്. അത് ചേട്ടാണോ നോക്കിയത്, അത് കിട്ടാത്തോണ്ട് ആ ഒരു ടൈപ്പിൽ. ഇത് കറക്റ്റ് കഞ്ഞി നോൺ സ്റ്റിക്കിന് പറ്റിയ കത്തി പൊതിയാണോ അതോ ഇങ്ങനെ വെച്ചാൽ മതിയോ? കത്തി കാണിച്ചു കൊടുക്കുക. ഗ്രാൻഡ് കത്തിയാണ്. ഓൾഡ് സ്കൂൾ ബോയ്സ് വാങ്ങിക്കില്ലായിരുന്നു. 1100. അപ്പൊ എന്തായാലും നമുക്ക് പറ്റുന്ന സാധനമല്ല. കൊടുത്തേ അടുത്ത മെയിൻ സാധനം. ഇതെങ്ങനെയാണ് പറഞ്ഞത്? ഇത് ചിക്കൻ ഡിന്നർ. ഇതിനകത്ത് എന്താണ് ഉണ്ടാക്കാവുന്ന? ടയർ പോലെ. ടയർ പോലെ. അപ്പൊ മുട്ട പൊരിക്കാം. മുട്ടയുടെ ലാഭമുള്ളൂ. എടാ ഇതൊന്ന് മിക്സ് ചെയ്യാം. എടാ ബ്ലെൻഡർ അടുത്ത അടുത്ത ഉഗ്രൻ ബ്ലെൻഡർ. എടാ വിഘ്നേഷ് എന്തിനാണ് അത് നോക്കിക്കഴിഞ്ഞാൽ മറ്റേ പെപ്പർ ഇതാണ് സാധനം. അതല്ല കണ്ടോ പ്ലഗ്? നമ്മൾ ഇവിടുത്തെ പ്ലഗ് പോയിന്റ് അതല്ല അവിടുത്തെ പ്ലഗ് പോയിന്റ്. ഓരോ സ്ഥലത്തും ഓരോ ഇതാണ്. ഓസ്ട്രേലിയയിൽ ഇതിപ്പോ വർക്കിംഗ് എങ്ങനെ നോക്കട്ടെ. ഇതൊക്കെ ഇത് അതിലെണ്ണം ഇനിയുണ്ട് എത്ര എണ്ണ ഓരോ ടൈപ്പാണ്. അതാണ് ഇത് ഉപയോഗമുള്ള സാധനം. മസ്റ്റ് ബൈ സാധനമാണ്. എല്ലാരും പോണെങ്കിൽ ഇത് ആമസോണിൽ ലിങ്ക് എന്റെ ഉണ്ട് കേട്ടോ. ലിങ്ക് ഞാൻ ലിങ്ക് തരാം. കമ്മീഷൻ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ലിങ്ക്. പിന്നെ അടുത്ത സാധനം അടുത്തവൻ ഇതല്ലേ ജെട്ടി അൺബോക്സിംഗ് ആണ്. അവിടെ തുണികൾ ഭയങ്കര വില കൂടുതലാണ്. ഇല്ല ഭയങ്കര കൂടുതലല്ല. പിന്നെ അവിടെ ജോക്കി ഇല്ലേടാ? ജോക്കി അൺബോക്സിംഗ്. എല്ലാ സെക്സി ഈ കളറിൽ ബോക്സർ എല്ലാ കളർ ബോക്സർ എന്നെ ആരെങ്കിലും കാണാനായ ഇത് വീഡിയോയിലെ ഇത് ഹെവി സാധനമാണോ? അത് ഹാഷി മാറിയിരുന്നു കാരണം ടെക്സ്റ്റൈൽസ് ഉള്ളേ അത് അവന്റെ വായിന്നാണ് പറയുന്നത്. ഓ ശരിയാണ്. ഈ കളർ ഇരിക്കുന്നത്. എടാ എത്ര ചേട്ടി കൊണ്ടുപോകണുണ്ട്? 8 ദിവസം മാറി ഒരാഴ്ച ഒരാഴ്ച 7 ദിവസം. ഓ 7 ദിവസം മാറി. ഒന്ന് എക്സ്ട്രാ വാങ്ങിച്ചില്ല. ഈ ഹാഷിനെ പോലെ ആരെങ്കിലും എടുത്തോ. ഇത് ലോങ് സ്ലീവ്. ഇത് ലോങ് സ്ലീവ് ആണ്. അത് സ്ട്രെച്ചബിൾ ആണ്. തെർമൽസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലോവറാണ് ഇത് കേട്ടോ. ജെട്ടി തീർന്നിട്ടില്ല. കണ്ടാ ജെട്ടി തീർന്നിട്ടില്ല. നമ്മള് പറഞ്ഞു ജെട്ടി ഇനിയുണ്ട്. ഇതന്നെ ഈ സെയിം കമന്റ് എനിക്കില്ല. ഈ കളറിലാണ്
ഈ കളർ എല്ലാവർക്കും ഉണ്ടോ ബാക്കിയുള്ളവർ നീ എങ്ങനെ അറിഞ്ഞു? എനിക്കവിടെ വിഘ്നേഷ് മേക്ക് ഓവർ ആണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ചില പുതിയ മനുഷ്യൻ അല്ലെങ്കിൽ ഇവിടെ ഇതൊന്നും ഇവിടെ ഇട്ടില്ല കണ്ട ടെക്സ്റ്റൈൽ ടീഷർട്ട് ഒക്കെ എനിക്ക് വേണ്ടി ഇതൊരു ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ട് എനിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ഇതൊരു കഴുത്തി തന്നടാ തണുപ്പ്. സുരാജ് മറ്റേ MGR ആവാം മറ്റേ തലവത്ത് ഇങ്ങനെയല്ല നല്ല ചൂടുണ്ടോ കഴുത്തിലിട്ടപ്പം? നീ തലത്തിലിട്ടേക്കണ അതാണ് കണ്ട ഈ മണ്ടനൊന്നും നീ വീട് തലത്തിലിട്ടേക്കണ ഡിസൈൻ അങ്ങനെ ഇല്ലേടാ തിരിച്ചാണ്ടാ വെൽവെറ്റപ്പോഴെങ്ങനെ കാണാം. ഇത് തെറ്റാണ്ടാ. ഇത് കറക്റ്റാണ്. തെറ്റാണോടാ? നിങ്ങൾ കമന്റ് ഇതിൽ ഏതാണ് ശരി? ഇങ്ങനെയാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ സ്റ്റിച്ച് ഒക്കെ പോകണ്ടോ ഇവിടെ അല്ലടാ ഈ പറഞ്ഞ വാതിലാണ് എയർ ട്രാപ്പായി ചൂട് കിട്ടുന്നത്. നീ പറയുന്നത് പക്ഷെ നല്ല ചൂടുണ്ടല്ലോ എനിക്ക്. നീ തിരിച്ചിട്ടോ വെന്ത് വേവാന്ന് പറഞ്ഞു. അത് അഴിയണ്ട. കൊണ്ടുപോകണമെന്ന് അലക്കേണ്ടി എന്റെ സ്നേഹം എന്റെ മണം. ഡെന്റിസ്റ്റ് ഉപയോഗിക്കുന്ന ബ്രഷാണ്. എല്ലാരും നോട്ട് ചെയ്യാം. ഡെന്റിസ്റ്റ് റെക്കമെൻഡഡ് മെഡിമിക്സ്. ഡാബു ഡെന്റിസ്റ്റ് റെക്കമെൻഡഡ് ഡാബു. കൊണ്ടുപോകാൻ പറ്റില്ല. പുതിയ റൂൾ പ്രകാരം പേസ്റ്റ് രൂപത്തിലുള്ളതോ ദ്രാവകങ്ങളോ ഒന്നും കൊണ്ടുപോകാൻ പറ്റുന്ന പുതിയ എന്റെ വീട്ടിൽ പല്ലിക്കണറുണ്ട്. എന്റെ വീട്ടിലും ഓൾഡ് സ്കൂൾ പോയി. അപ്പൊ ഇത് ഒന്ന് മാത്രം ആട് ജീവിതത്തിൽ അങ്ങനെ അച്ചാർ ഉണപ്പിക്കൂലേ, അതുപോലെ നാടിന്റെ ഇത് വരുമ്പോ കുളിക്കാനല്ല. എടാ വീരപ്പം പോലെ ഉപയോഗിച്ചിരുന്ന സാപ്പാണ്. നീ എന്തിനു പോണം? ഞാൻ വേറെ എവിടെ ബ്ലൈൻഡ് ഫോൾഡാ വേറെ കണ്ടില്ല. രാവിലെ ആണെങ്കിൽ കിടന്നുറങ്ങാം. ഓരോ ഒന്നും അറിയണ്ട. ഇനി അടുത്ത ബലങ്ങളോടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇതാണ് സാധനം. ഇതാണ് മസ്റ്റ് ബൈ. ചന്തി കഴുകാനുള്ള സോറി ചന്തി കഴുകാനുള്ള അല്ലേ ഇത് വേറെ. ഇത് ആസ് ക്ലീനർ. യൂറോപ്പിൽ പോണവർക്ക് ഇത് ഉപയോഗമുള്ള സാധനങ്ങൾ അതിന്റെ പ്രൊസീജിയർ കാണിച്ചു പേപ്പർ ഇഷ്ടപ്പെടാൻ ഇനി വിഘ്നേഷ് നമുക്ക് ഇതിന്റെ ഉപയോഗം പറഞ്ഞു തരും എങ്ങനെയാണ്. നമ്മൾ ഇന്ത്യക്ക് പുറത്ത് പോകുമ്പോൾ മെയിൻ ആയിട്ടുള്ള സംഭവമാണ് ബാത്റൂമിൽ പോയാൽ നമ്മൾ കഴുകാനായിട്ട് ടിഷ്യൂ മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഇന്ത്യക്കാർക്ക് നിന്റെ അഡാപ്റ്റബിലിറ്റി വെച്ചിട്ട് അത് ഉപയോഗിച്ചൂടെ? നമുക്കൊരു കംഫോർട്ടും കംപ്ലീറ്റ്നെസ് എന്ന് പറഞ്ഞത് ഇതിനകത്ത് വെള്ളം ഇതില് വെള്ളം ഒഴിക്കണം. എന്നിട്ട് ഇത് പറഞ്ഞത് മുകളിലാണ് മനസ്സിലായോ? ഇങ്ങനെ ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടടാ. ഇവിടുത്തെ വെള്ളം അവന് കൊണ്ടുപോകാൻ ചെയ്യാലോ. ഇത്രയും ബിൽഡപ്പ് കൊടുത്തിട്ട് അവസാനം കൊണ്ടുവന്നു ഇതിങ്ങനെയല്ല നോക്കിയത്. അടി പൂക്കുറ്റി
ഇതെല്ലാം കൂടെ ഒരു കൈ വെച്ച് അടിച്ചു വെക്കാണ്, മറ്റേ കൈ വെച്ച് കഴുകാൻ പറ്റുമോ നോക്കാൻ? എടാ, ഇത് മറ്റേ വന്ന് തലോടിയിട്ട് പോവുകയാണ്. സത്യം പറഞ്ഞാൽ മഗ് കൊണ്ടുപോകണം. മഗ് കൊണ്ടുപോയിട്ട് മറ്റേ പൈപ്പിൽ നിന്ന് വെള്ളം അവിടെ ഇത് വേണം, സിങ്കിൽ നിന്ന് വെള്ളം ഇതൊരു ബെസ്റ്റ് വേ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല, അല്ലെങ്കിൽ ഇതൊരു തലോടിയിട്ട് പോവുകയുള്ളൂ, ബാക്കിയില്ല. നമ്മളെല്ലാ സാധനവും പെട്ടിയിലാക്കിയില്ലേ? നമ്മളൊന്ന് പെട്ടെന്ന് തീർന്നു. അല്ലെങ്കിൽ വിഘ്നേഷ് എത്ര മണിക്കൂർ ഇത് എങ്ങനെ നീ അൺബോക്സ് ചെയ്ത് നമ്മളൊന്ന് പെട്ടെന്ന് അങ്ങ് ചെയ്തു കൊടുത്ത്. ഇതിനകത്ത് ഇനി എന്തെങ്കിലും മിക്സ് ആയോ നമുക്ക്? ഇല്ലല്ലോ. ഇല്ല, എന്റെ ചട്ടി വെച്ച് ചട്ടിയെല്ലാം ഉണ്ട്. ഫ്രണ്ടിലോട്ട് പോകും ഞാൻ ഓടിച്ചിട്ടുണ്ട്. കൊച്ചിനുള്ളവരുടെ മെയിൻ കളിപ്പാട്ടമാണത്. വേണ്ട, നഷ്ടം. വെയിറ്റ് അപ്പൊ നമ്മള് വിഘ്നേഷ് പോവാൻ പോവുകയാണ്. അപ്പൊ അത് മിസ് ചെയ്യോടാ. പിന്നെ അല്ലടാ വിഘ്നേഷ്, നിനക്ക് പോണേലേ ടെൻഷനും ഇതൊക്കെ ഉണ്ടായിരുന്നു. ടെൻഷൻ അല്ല, ഒരു വിഷമമുണ്ട്. എന്തിനല്ല എല്ലാരെയും പോയല്ലേ, വീണ്ടും പുതിയ സ്ഥലത്തോട്ട് പോയി ഒന്നേന്ന് വിള്ളി തെടുക്കട്ടെ. അപ്പം വിഘ്നേഷ്, നീ പോണതിന് മുമ്പേ നിനക്ക് നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, നമ്മളോടോ അല്ലെങ്കിൽ ഓൾഡ് സ്കൂൾ ബോയ്സിന്റെ പ്രേക്ഷകരോടോ നിന്നെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിനക്കത് ഇതിനോട് പറയാനുള്ളത് ഇനിയെങ്കിലും പ്രത്യേകിച്ച് എനിക്ക് നിന്നോടും യവനോടും അവരോട് പറയാൻ ഒരു കാര്യം. അവനുണ്ട് അവനാണ് ഇത് പിടിച്ച് നിർത്താൻ. ഒന്നും വിചാരിക്കാം. ഓൾഡ് സ്കൂൾ ബോയ്സ് പോഡ്കാസ്റ്റ് തുടങ്ങുന്ന വലിയ ആഗ്രഹമുണ്ട്. അത് തുടങ്ങാത്തൊരു വിഷമമുണ്ട്. എനിക്ക് തുടങ്ങാൻ എല്ലാ കാര്യങ്ങളും നീ കൂടെ ഉൾപ്പെട്ടതാണ്. അതാണ് വിഘ്നേഷിന്റെ ഒരു ആഗ്രഹം. വേറെ ആഗ്രഹം ആ ആഗ്രഹം നിങ്ങൾ നടത്തി. അവന്റെ ആഗ്രഹമാണ്. വിഘ്നേഷ്, ബാക്കി ഇനി എന്താണ് നിനക്ക് നമ്മളടുത്ത് പറയാനുള്ളത്? ഈ പോഡ്കാസ്റ്റിന്റെ കാര്യം എമ്മാടുത്ത് പറഞ്ഞു, ഓപ്പൺ ആയിട്ട് ബാക്കി പറ. പിന്നെ ഉള്ളത് വല്ലപ്പോഴും എല്ലാവരും ഒത്തുകൂടുന്നത് പോലെ. അപ്പൊ ആരെങ്കിലും പോണോ ഇനി അടുത്ത? അല്ലാതെ ഇനി ഇതുപോലെ അടുത്ത അല്ല, എല്ലാവരും ഒത്തുകൂടണം. ആ ഒരു ഇത് എപ്പോഴും ഉണ്ടാവണം, കാണാൻ പറ്റണം. വേണമെങ്കിൽ ദൂരെയാണെങ്കിലും അത്രയിടയിൽ തളകി കൊടുക്കണം. ഞാൻ വിചാരിച്ചു കാര്യം വന്നടാ. ദാസനാണ് അത് വിഷമമുണ്ട്. ആ ഒഴിഞ്ഞ നിങ്ങൾ ഒരു സന്തോഷമുണ്ട് കേട്ടാ. എന്തൊക്കെ സംഭവിച്ചാലും വരാത്ത അക്കൂസ് അത് കഴിഞ്ഞിട്ട് മട്ടൻ കറി കിട്ടുമെന്ന് പറഞ്ഞു. മട്ടക്കറി കൊത്തിയതാണ്. വിഘ്നേഷേ, നമ്മൾ ഓൾഡ് സ്കൂൾ ബോയ്സ് നീ പോണതുകൊണ്ട് നിനക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഒരു ചൂര മീൻ വാങ്ങി നമ്മൾ അച്ചാർ നിനക്ക് കൊണ്ടുപോകാൻ നിന്നെ കൊണ്ട് നമ്മൾ 2 കണ്ടന്റ് ആണ് ഇട്ടിരിക്കുന്നത്. കണ്ടച്ച് വാങ്ങി. ഇനി നമുക്കൊരു ടാസ്ക് കൊടുക്കാറ്. എടാ, ഇതെന്താണെന്ന് നീ ഒന്ന് ഊഹിക്കും. നമ്മൾ പറഞ്ഞ സാധനം ഇനച്ചാറല്ല, ഞാൻ DVT എന്റെ ഭയങ്കര ബുദ്ധിയില് പെട്ടിയല്ലേ, എന്തൊരു ഗസ് ചെയ്യാൻ പറ്റണം. ഗസ് ചെയ്യട്ടവൻ എന്തായിരിക്കും? എന്തായിരിക്കും? പെർഫ്യൂം എന്തായിരിക്കും?
ഒരു 3 ചാൻസ്. കുലുക്കണ്ട എന്തായാലും കുലുക്കിയ പൊട്ടിപ്പോ. ആദ്യത്തെ ചാൻസ് പറ എന്താണെന്ന് പറ. ഫസ്റ്റ് വൺ പറ. എന്തായിരിക്കും നമ്മളൊരു ഇത് വെച്ചിട്ട് എന്തായാലും ഒരുപാട് സമയം എടുക്കല്ലേ നീ എന്തെങ്കിലും എല്ലാരും വാച്ചാണ് എന്തായാലും നോക്ക്. അത്യാവശ്യമുള്ള സോറി കണ്ണന് മാറിപ്പോയി. സോറി. നാളെ ഇതേപോലെ എയർപോർട്ടൊക്കെ ഇനിയിപ്പോ വാങ്ങിച്ചല്ലേ ഇവനങ്ങ് ബോക്സ് കൊടുത്താൽ പുതിയ ഹെഡ്സെറ്റ് അങ്ങനെ പുതിയ ബ്രാൻഡ് സുരക്ഷിതമായി അവിടെ പോയി ക്യാമറ അകത്തോട്ട് നോക്കട്ടെ. തിരിച്ചാണ് പൊട്ടിച്ചത്. ഈ പൊട്ട അല്ല കറക്റ്റ് ചെയ്യണ്ട പൊട്ട. ഇഷ്ടപ്പെട്ട എടുത്ത് കെട്ടി നോക്ക്. കയ്യിൽ കിട്ടണോ? അത് കയ്യില് കെട്ടണം. കൈ തന്നെ കെട്ടണം. വലിയ അറിവായി പോയി. ഇത്ര enthusiastic ആയിട്ട് മണ്ടത്തരം പറയുന്നത്. നിങ്ങൾക്ക് ഫണ്ട് വേണ്ടേ? നിനക്ക് ചെയിനല്ലേടാ ഇഷ്ടം? ഇതെങ്ങനെ ഉണ്ട്? വാങ്ങിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. നീ എന്തോ വാങ്ങിച്ചില്ല? ഇത് മാത്രം നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. വാങ്ങിക്കോ ഇനി വാങ്ങിച്ചാണോ? എന്റെ ബഡ്ജറ്റ് തീർന്നു പോയി. ഹെഡ്സെറ്റ് എനിക്കൊരു ബഡ്ജറ്റ് വന്നപ്പം അവൻ വാങ്ങിച്ചത്. അവനറിയായിരുന്നു എന്റെ കയ്യിലുള്ള തീർന്നു പറഞ്ഞിട്ട് ഫ്രണ്ട് അവൻ വാങ്ങിച്ചത്. നല്ല ചേർന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിഘ്നേഷിനൊരു ഓൾ ദ ബെസ്റ്റ്. എല്ലാരും വിഘ്നേഷിന് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാരും ആൾ ദ ബെസ്റ്റ് പറയുക. We will miss വിഘ്നേഷ്. വിഘ്നേഷ് നമ്മൾ മിസ് ഇവ എയർപോർട്ടിൽ അതാണ് ഈ ഷോ ഇല്ല. അപ്പോൾ നമുക്ക് ഇവനെ കൊണ്ടാക്കാൻ വേണ്ടി നാളെ എയർപോർട്ടിൽ പോകും. അപ്പൊ നമ്മൾ ഫൈനലി വിഘ്നേഷിനെ കൊണ്ടാക്കാൻ എയർപോർട്ടിലെത്തി അല്ലേ? വിഘ്നേഷ് യാത്രയാവുകയാണ്. വിൽ മിസ് യു വിഘ്നേഷ് അല്ലേ? വിഘ്നേഷ് ഒരു ബായ് പറയണം. നമ്മൾ ഓഡിയൻസിന്റെ കൂടെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഈ ബായ് ടാറ്റ കാണിക്കാനല്ല പറഞ്ഞേടാ, ബായ് പറയാം. ആകൊണ്ടെന്തെങ്കിലും മൊഴിയായി ഒന്നും അറിഞ്ഞില്ല പോകുന്നോണ്ട് അതിന്റെ ഒരു സ്കൂളിൽ നിന്ന് പോകുന്നോണ്ട് കുറെ നേരമായിട്ട് ആ പേജ് ഉണ്ടാന്ന് വിഘ്നേഷിന് ഭയങ്കര ഇമോഷണലാണ്, അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. കണ്ടറിയാം. എന്നാലും ഒരു ബൈ പറഞ്ഞേര്. അപ്പം എല്ലാവർക്കും ബൈ. വീണ്ടും കാണുന്നവരെ ബൈ. നമ്മൾ മിസ് ചെയ്യും അല്ലേ? അവൻ വരും. ഞാൻ ഇടയ്ക്ക് വരും. നിങ്ങളൊക്കെ ലൈവിലോ കാണാം. അതെ അതെ. അവസാനം നീ അവനെ കെട്ടി പറയുമ്പോൾ വിളിച്ചിരിക്കുന്നു. വാ അവിടെ വെച്ച് കാണാം. വിഘ്നേഷ് ഫൈനലി ഗേറ്റിലെത്തി.
നീച്ച് പോയല്ലേ.